എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. എന്ന് നമ്മുടെ കൂടെയുള്ളത് വി ഗോപാൽകൃഷ്ണൻ IPS ആണ്, ഏജ് റിട്ടയർഡ്. സാർ നമസ്കാരം. വന്ദേ മാതരം. സാർ, അങ്ങനെ ഒരു 7 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ പാകിസ്ഥാനെ പോലെ തന്നെ ശത്രു രാജ്യമായി നമ്മൾ കണ്ടതും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഉൾപ്പെടെയുള്ള രാജ്യമാണ് ചൈന. പക്ഷെ അമേരിക്ക സാമ്പത്തിക സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചെലുത്തുന്ന സമയത്ത് ഒരു പുതിയ അച്ചുതണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ചൈന, റഷ്യ, ഇന്ത്യ എന്ന് പറയുന്ന 3 രാജ്യങ്ങളെ കാണുന്നത്. മാത്രമല്ല, ഈ അമേരിക്കൻ ഡോളറിന് പകരം പുതിയ കറൻസി, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി നാളെ ഷാങ്ഹായിലെത്തും, ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും, ചൈന സന്ദർശിക്കാൻ പോവുകയാണ്. എന്താണ് ഈ മീറ്റിങ്ങിന്റെ പ്രസക്തി? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? പാകിസ്ഥാനെ പോലെ നമ്മൾ കണ്ടിരുന്ന ഒരു ശത്രു രാജ്യത്തിനോട് ഇന്ത്യ പെട്ടെന്ന് എടുക്കുന്നത് അത്ര നിസ്സാരമായി വിലയിരുത്തേണ്ടതാണോ? മനുജ, നമ്മൾ ഇത് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തിബന്ധങ്ങൾ പോലെ അല്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വളരെ ഫ്ലൂയിഡാണ്, എപ്പോഴാണെങ്കിലും ചേഞ്ച് ആവും. നമ്മൾ ഹിസ്റ്ററി തന്നെ എടുത്താൽ അങ്ങനെയാണ്. USA ഒരു ജപ്പാൻകാർ ഒരു കാരണവശാലും നയതന്ത്ര ബന്ധം പോലും USA ആയിട്ട് വയ്ക്കാൻ പാടില്ല. അറ്റോമിക് വെപ്പൺ ഡ്രോപ്പ് ചെയ്തതും അതിനെ ചൊല്ലിയുള്ള സംഗതി എന്തുകൊണ്ട് ജർമ്മനിയിൽ ഇട്ടില്ല? എന്തുകൊണ്ട് ജപ്പാനിൽ മാത്രം ഇട്ടു? അത് എന്തിന് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു? ഒക്കെ ഭയങ്കര ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. എന്നിട്ട് പോലും ജപ്പാൻ USA ആയിട്ട് അടുക്കുകയും അവരുടെ ഒരു മെയിൻ കക്ഷിയാണ്. പിന്നെ USA ആയിട്ട് ട്രേഡ് നടത്തിയാണ് അവർ നമ്പർ 2 ആയത്. നമ്പർ 2 എക്കോണമി അല്ലെങ്കിൽ നമ്പർ 3 എക്കോണമി ആയിട്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ, എനിക്കത് വളരെ സന്തോഷമുണ്ട്. മോഡിജിയുടെ ടീമിൻ്റെയും ഇപ്പം, അതായത് ഒരു മാസമായി ഈ നീക്കം തുടങ്ങിയിട്ട്. അന്നേ ഞാൻ ഒബ്സർവ് ചെയ്യാണ്. കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഇന്ത്യ കഴിഞ്ഞ മാസം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മനുജ പറഞ്ഞ പോലെ ചൈനയും ഇന്ത്യയും തമ്മിൽ ഇന്ത്യയുടെ നമ്പർ 1 ശത്രു ചൈനയായിരുന്നു, നോട്ട് പാകിസ്ഥാൻ. അപ്പം ചിന്തിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഇന്ന് ഒരു മാസം കഴിഞ്ഞപ്പം, പക്ഷെ അന്നേ ഇതിൻ്റെ ഒരു ഹാർബിംഗർ, ഒരു സിഗ്നൽ വന്നു തുടങ്ങി. അതായത് മോഡിജി, ജയശങ്കർജി എല്ലാം കൂടെ ചേർന്ന് ചൈന ഇന്ത്യ ഫ്ലൈറ്റ് ഓക്കെ ആക്കി. അപ്പോഴേ എനിക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അപ്പോഴേ ഞാൻ പറഞ്ഞു എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, വെരി സീരിയസ്. അതിങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ നമ്മുടെ തിങ്ക് ടാങ്ക്സ് ഈ USA ആയിട്ട്, അല്ല USA ആയിട്ടെന്ന് ഞാൻ പറയില്ല, എനിക്കിഷ്ടം ട്രംപ് ആയിട്ടെന്ന് പറയാനാണ് ഇഷ്ടം. ബൈഡൻ്റെ ഭരണകാലത്ത് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പോൾ ട്രംപുമായിട്ട് തെറ്റും ഒരു രക്ഷയില്ല. ബിയോണ്ട്, ഇദ്ദേഹം ഒരു ഇൻകോറിജിബിൾ ടൈപ്പാണ്. നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ വേറൊരു സംഗതി, 25 വർഷത്തെ ട്രസ്റ്റ്, അതിപ്പോഴാണ് ഈ പുറത്തു വരുന്നത്. നേരത്തെ വരേണ്ടതായിരുന്നു. മെയ് 10-ാം തീയതി 2025 ഇന്ത്യയും USA തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ചില പ്രസിഡന്റുമാരും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ there was a trust between us. അത് പോയി. അങ്ങനെ ഒരു ചൈനയായിട്ട് നമുക്ക് ട്രസ്റ്റ് ഇല്ല, അവർക്ക് നമ്മളെ ട്രസ്റ്റ് ഇല്ല. അപ്പം അതേപോലെ ആയിരുന്നു, അതേപോലെ അല്ലായിരുന്നു USA. പക്ഷേ മെയ് 10-ന് ശേഷം, മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആയപ്പോഴേക്കും, സെപ്റ്റംബർ ആയപ്പോഴേക്കും ചൈനയുടെ പ്ലേസിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ട്രസ്റ്റായി. USA-യുടെ പുറത്ത് ഇന്ത്യക്കുള്ള, അവർക്ക് നമുക്ക് ട്രസ്റ്റ് ഉണ്ടോ ഇല്ലെന്നും അത് വേറെ കാര്യം, ഇന്ത്യക്കുള്ള ട്രസ്റ്റ് പോയി. അത് ഇനി റീഇൻസ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പറ്റും, അത് ഇനി പുതിയ JD വാൻസോ അല്ലെങ്കിൽ അടുത്ത ഡെമോക്രാറ്റിക് പ്രസിഡൻറ്റോ ഒക്കെ വന്ന് പിന്നെ മഞ്ഞുരുകി, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. എനിക്ക് തോന്നുന്നു ഇനി ഒരു 5 years. ഇദ്ദേഹം ട്രംപ് 2028 വരെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ഒരു വിശ്വാസം കറക്റ്റ് ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നതൊന്നും
കറക്റ്റ് അല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ഫ്ലിപ്പ് ആൻഡ് ഫ്ലോപ്പ് ആണല്ലോ ട്രംപ്. എന്നാലും നമുക്ക് ഭയങ്കര ആഘാതമായിപ്പോയി. അപ്പോൾ പെട്ടെന്നത് കറക്റ്റ് ചെയ്താൽ ഇന്ത്യ അത് ഈൽഡ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൈ 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 ബാഡ് മൈ ഫോൾട്ട് എന്നൊക്കെ അവിടുത്തെ പ്രസിഡന്റുമാർ ഏറ്റു പറഞ്ഞാലല്ലാതെ നമുക്കിനി പഴയ അത് ഒരു 5 years മാറിപ്പോയി. 2028 ശേഷം നമ്മളിനി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നമ്മൾ ശത്രുക്കളല്ല, പക്ഷെ മനോജ പറഞ്ഞ പോലെ ഇപ്പോൾ ശത്രു രാജ്യം ഇത്രയും ചെയ്യില്ല. കാരണം നമ്മുടെ ശത്രു രാജ്യമാണ് ചൈന, നമ്പർ 1. പക്ഷെ അവരുമായിട്ടുള്ള ട്രേഡ്, ഈ ശത്രുതാ കാലത്ത് പോലും, അതായത് ലാസ്റ്റ് മന്ത് വരെ അവരുമായിട്ടുള്ള ട്രേഡിന് യാതൊരു കുഴപ്പമില്ല ഇന്ത്യക്ക്. 113 അപ്രോക്സിമേറ്റ്ലി $113 ബില്യൺ അത്രയും ട്രേഡ് ആരുമായിട്ട് ഇന്ത്യ ചെയ്യുന്നില്ല. ചൈന ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഇമ്പോർട്ടാണെന്ന് തോന്നുന്നു 113. എക്സ്പോർട്ട് വളരെ കുറവാണ് ചൈനയ്ക്ക്, 4 or 5 അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം അന്നും നമുക്ക് ചൈനയായിട്ട് ട്രേഡിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ചൈനയും USA തമ്മിൽ തെറ്റണതിന് മുൻ ഇവർ ചൈന ത്രെട്ടാണെന്ന് പറയപ്പോൾ പോലും അമേരിക്കയുടെ USA ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ ചൈനയാണ്, അല്ലെങ്കിൽ നമ്പർ 2 ആണ് ചൈന. അപ്പോൾ ട്രേഡിന് ഹെൽത്തി എന്താ കൺട്രി എക്കണോമിക് ഹെൽത്തിന് ഈ നീ ആണ് ശരിയില്ല, നീ പണ്ട് അത് ചെയ്തില്ലേ, ഞങ്ങളുടെ ഗാൽവാനിൽ കയറി 20 സോൾജേഴ്സിനെ കൊന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്വാസം പിടിച്ചിട്ട് കാര്യമില്ല, മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ഈ സാമ്പത്തിക ശക്തി അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രംപിൻ്റെ കണക്കൂട്ടലും ട്രംപിൻ്റെ കൂടെയുള്ള അഡ്വൈസേഴ്സിൻ്റെ കണക്കൂട്ടലും എല്ലാം തെറ്റും എന്ന് തന്നെയാണ്. നമുക്കിനിയും ഇരുന്ന് സംസാരിക്കാം. ഇതുപോലെ വേറെ അവസരത്തിൽ ഇന്ത്യ അത് ഓവർകം ചെയ്യും. ഈ ഡിസംബറോടെ ഇപ്പം മോഡിജി ജപ്പാനിലും ആദ്യം ജപ്പാനിലാണ് വന്നത്, നോട്ട് ചൈന. ജപ്പാനിലും ചൈനയിലും പോയ ശേഷം ജപ്പാനിലൊരു ദിവസം, അത് കഴിഞ്ഞ് ടാങ്ജിൻ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണത് മീറ്റിംഗ്. അതിൻ്റെ കൺക്ലൂഷന് മുമ്പ് ഒരു ഭയങ്കര സുപ്രധാനമായ നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഫോറിൻ പോളിസിയിൽ ചൈനയെ നമ്മൾ ചേർത്ത് പിടിക്കും. പിന്നെ ഈ രാജ്യങ്ങൾ, ഈ പ്രസിഡന്റുമാരും ഡീപ്പ് സ്റ്റേറ്റുകളാണ് ഈ ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്ക്കുന്നത്. നമ്മുടെ ഡീപ്പ് സ്റ്റേറ്റ് ഇപ്പോൾ USA ഡീപ്പ് സ്റ്റേറ്റുമായിട്ട് തെറ്റി. അതേസമയം 45 മില്യൺ ഡയസ്പോര, ഇന്ത്യൻ ഡയസ്പോര US-ലുണ്ട്. അവരൊക്കെ എനിക്ക് വേണം നല്ലൊരു ഭാഗം വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളവരാണ്. അപ്പം അവർക്കവിടെ പല കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഈ USA ജനങ്ങൾ, നോട്ട് ഡീപ്പ് സ്റ്റേറ്റ്, ജനങ്ങൾക്ക് ഇന്ത്യയോട് വിരോധമില്ല. അതുപോലെ തന്നെ ഈ ചൈനയുടെ ഡീപ്പ് സ്റ്റേറ്റും ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റുമാണ് അവിടെ. ഈ ചൈനയുടെ ചൈനയിൽ യാത്ര ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം ഈ ചൈനക്കാരെയൊക്കെ പല സ്ഥലത്തും പല രാജ്യങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ എപ്പോഴും ഇൻട്രസ്റ്റാണ് നമ്മുടെ രാജ്യത്തെപ്പറ്റി എന്ത് വിചാരിക്കുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ വളരെ വളരെ ഫ്രാങ്കായിട്ട് സംസാരിക്കുമ്പം അവർ ഇൻഡു എന്നാണ് പറയുന്നത്, ഇൻഡു YINDU നമ്മളെ ഇന്ത്യക്കാരെ. അപ്പോൾ അവർക്കൊരു സ്നേഹമാണ്, അവർക്കങ്ങനെ നമ്മളോട് അങ്ങനെ വിരോധമൊന്നുമില്ല. അത് ഡീപ്പ് സ്റ്റേറ്റും CCP ഒക്കെയാണ് നമ്മളുമായിട്ട് തെറ്റിയത്. അവരുടെ പൊതുജനം, പബ്ലിക് ചൈനക്കാർക്ക് നമ്മളോട് താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഷീ ജിൻപിങ് ആണോ അതിന് മുമ്പിരുന്ന, ഞാൻ മറന്നുപോയി, പറഞ്ഞു ഇന്ത്യ സൈന്യം അയക്കാതെ ചൈനയിൽ അധിനിവേശം നടത്തി, അധിനിവേശമല്ല, കടന്നു കയറി ചൈനയെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കറക്റ്റാണ്. കാര്യം നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തും അശോക ചക്രവർത്തിയുടെ കാലത്തും പിന്നെ നമ്മുടെ ഈ 18 സിദ്ധന്മാരുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ഒരാളാണ് അഗസ്ത്യർ. പിന്നെ നമ്മുടെ പളനി ക്ഷേത്രം
സ്ഥിതി ചെയ്യുന്നത് ഒരു സമാധിയുടെ ഭോഗർ, വലിയ മഹാസിദ്ധനായിരുന്നു ഭോഗർ. ഈ ഭോഗറാണ്, നോട്ട് അഗസ്ത്യർ. അഗസ്ത്യർ തായ്ലൻഡിലും മലേഷ്യയിലൊക്കെയാണ്. ഭോഗർ ഇവിടുന്ന് ആകാശമാർഗേണ ചൈനയിൽ പോയി ഒരു 3000 ഇയേഴ്സിനോ മറ്റോ മുമ്പാണ് പോയി. അന്ന് ചൈനീസ് മെഡിസിനും മറ്റതൊന്നും ഇല്ലായിരുന്നു. സിദ്ധ മെഡിസിൻ, പിന്നെ കളരി ബോധിധർമ്മനാണ് കൊണ്ടുപോയത്. പിന്നെ ഇവിടുന്നുള്ള കാഞ്ചീപുരത്തു നിന്നുള്ള ബോധിധർമ്മൻ അവിടെ പോയാണ് കങ്ഫു ആയത്. പിന്നെ കങ്ഫു ജപ്പാനിൽ പോയപ്പോൾ കരാട്ടെ. അപ്പോൾ ഇവരെല്ലാം അവിടെ ചെന്ന് ഈ ഭോഗർ അത് കഴിഞ്ഞ് അദ്ദേഹം 200 ഇയേഴ്സ് ജീവിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറേ വർഷം അവിടെ താമസിച്ച് ഈ സിദ്ധ മെഡിസിൻസ്, ചൈനീസ് മെഡിസിൻ, സിദ്ധ മെഡിസിൻ, മർമ്മവിദ്യ ഇതെല്ലാം ചൈനയ്ക്ക് പകർന്നു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം 200 ശിഷ്യന്മാരുമായിട്ട് തിരിച്ച് നടന്നു വന്നെന്നാണ് അറിയുന്നത്. എന്നിട്ട് അദ്ദേഹം സെറ്റിൽ ചെയ്തത് പളനിയിലാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അദ്ദേഹത്തിനൊരു പുലിപ്പാണി എന്ന് പറഞ്ഞു ചൈനക്കാരൻ, ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രധാന ശിഷ്യൻ പുലിപ്പാണി എന്നാണ്. പുലിപ്പാണി സിദ്ധനായിരുന്നു. പുലിപ്പാണി എൻ്റെ സമാധി അവിടെയാണ്, പളനിയിലാണ്, നമ്മുടെ ക്ഷേത്രത്തിനടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഷീ ജിൻപിങ് ആണോ മറ്റേ ചൈനീസ് ലീഡർ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചൈനയോട് ഇന്ത്യ ഒരുപാട് നമ്മൾ സാംസ്കാരികമായിട്ട് നമ്മൾ അവർക്ക് ഒരുപാട് വിവരം പകർന്നു കൊടുത്തു എന്നൊക്കെയാണ്. അന്ന് ഇന്ത്യ ചൈനയേക്കാൾ തൊട്ട് മുകളിലായിരുന്നല്ലോ. പിന്നെ നമുക്ക് ഈ ബ്രിട്ടൻ ഈ പ്ലാസി യുദ്ധം ആണല്ലോ. അതെ, പ്ലാസി യുദ്ധം 1750s മറ്റോ ആണല്ലോ ഇവിടെ മറ്റേ സിറാജുദ്ദൗളയായിട്ട് ഉള്ള ആ യുദ്ധം, ക്ലൈവിൻ്റെ. അതിലാണല്ലോ എല്ലാം ഡിസൈഡ് ചെയ്തത്. അവിടെ അങ്ങനെയാണല്ലോ സിമെൻറ്റ് ചെയ്തത് ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം 1750s 1700 തൊട്ട് തുടങ്ങി ലോകത്തിലെ റിച്ചസ്റ്റ്, അത് ഏകദേശം 1785 വരെ പോയി യുവന്മാർ പിടിച്ചെടുക്കുന്നവർ. ആ സമയത്ത് എബൌട്ട് 150 ഇയേഴ്സ് ചൈനയിലെ മിങ് ഡൈനാസ്റ്റി ഒന്ന്, മുഗൾ ഡൈനാസ്റ്റി നമ്പർ 2 ഇന്ത്യ. ചിലപ്പോൾ മുഗൾ ഡൈനാസ്റ്റി നമ്പർ 1, മിങ് ഡൈനാസ്റ്റി നമ്പർ 2, ഇങ്ങനെയായിരുന്നു സാമ്പത്തിക ഇത്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ നല്ല ഹെൽത്തി റിലേഷൻസ് ആയിരുന്നു. പിന്നെ 1950 പിന്നെ നമ്മുടെ ഇവരൊക്കെ അതിനകത്ത് കയറിയാണ്. പിന്നെ മറ്റേ മാവോ സേതുങ്ങിൻ്റെ ഭരണകാലത്ത് കയറി. പിന്നെ അതങ്ങ് തെറ്റിപ്പോയി നമ്മൾ തമ്മിൽ. അപ്പോൾ ഈ അമേരിക്കയുടെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് നമുക്ക് പറയാം. അമേരിക്കയുടെ USA ഡീപ് സ്റ്റേറ്റിൻ്റെ, അതായത് ട്രംപിൻ്റെ അഡ്വൈസേഴ്സിൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ഇത് ബാക്ക് ഫയർ ചെയ്യുകയാണ് USA-ക്ക്. എന്തുകൊണ്ട് തെറ്റി എന്ന് പറയുന്നതിന് പല തിയറീസ് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ കരുതുന്നത്, ഒന്ന്, ഈ റഷ്യയുടെ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതല്ല ട്രംപിന് പ്രശ്നം. ട്രംപിന് നഷ്ടമൊന്നുമില്ലല്ലോ, ഇത് നേരത്തെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ചൈനയും EU പിന്നെ റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങിക്കുന്നില്ല ഭയങ്കരമായിട്ട് ചൈന. അപ്പം അവർക്കൊന്നും ടാരിഫില്ല, നമുക്ക് മാത്രമേ ടാരിഫുള്ളൂ. അപ്പം ഇങ്ങേരിത് ടാരിഫെല്ലാം കൂടെ അടിച്ചേൽപ്പിച്ച് 50%, ഇനി 500 ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്ത്യ നമ്മുടെ ഇതുവരെയുള്ള പാരഡൈം ഷിഫ്റ്റിനെ പറ്റി ആലോചിച്ചത്. ശത്രുവിൻ്റെ ശത്രു മിത്രമാക്കാം. USA ശത്രുവാണല്ലോ ചൈന. അപ്പം നമ്മൾ അവരെ, ഇന്ത്യയുടെ ശത്രു ആയിരിക്കാം, നമ്മളത് മിത്രമാക്കാൻ തീരുമാനിച്ചു. അപ്പം ഈ ടാരിഫ് വിഷയം അപ്പം അവർ ഹോംവർക്ക് ചെയ്തില്ലേ, ഇന്ത്യ പിന്നെ എന്തോ ചെയ്യും എന്ന് അവർ USA തിങ്ക് ടാങ്ക്സ് ചിന്തിച്ചില്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഇന്ത്യക്ക് ചെറിയ ഒരു ഹിക്കപ്പ് ആദ്യം ഉണ്ടാവും. ഈ USA നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എബൌട്ട് $80 ബില്യൺ ഗുഡ്സാണ്. ആ ഗുഡ്സ് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല, അതാണല്ലോ ടാരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. പിന്നെ റഷ്യയാണ് നമ്മുടെ ഗുരു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ പുറത്ത് സാങ്ഷൻ കൊണ്ടുവന്നു. ഇപ്പം റഷ്യ മുട്ടുകുത്തിക്കും, എഴയും അവർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിട്ടാണ് കൊണ്ടുവന്നത്.
ഇപ്പം നോക്കൂ, റഷ്യയുടെയും USA-യുടെയും എക്കോണമി, GDP ഗ്രോത്ത്. റഷ്യയുടെ ലേറ്റസ്റ്റ് 4.1, അപ്രോക്സിമേറ്റ്ലി 4.1 ആണ്. ഇത് കൊണ്ടുവന്നത് 2022 മറ്റാണ്. അപ്പം ആദ്യം ഒരു ബാക്കിലോട്ട് റഷ്യൻ എക്കോണമി പോയെങ്കിലും നമുക്ക് ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പ്യൂട്ടിനെയും റഷ്യയും ഇവരെല്ലാം കൂടെ ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്, CIA-യും നാറ്റോയും ഉണ്ട്. നാറ്റോയിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവരെല്ലാം കൂടെ വന്ന് ഇപ്പോൾ അമേരിക്കയുടെ GDP 2025 26 2.1 ആണ്. റഷ്യയുടെ 4. ഇത്രയും സാങ്ഷൻ കൊണ്ടുവന്നിട്ട് ഈ ട്രംപ് വന്ന ശേഷമുള്ള ചെറുതായിട്ട് മഞ്ഞൊരുക്കിയത്, എന്നാൽ ആ സാങ്ഷനൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പം ഇത് വന്നിട്ട് റഷ്യ കരകയറി. അപ്പം നമ്മളെ തിങ്ക് ടാങ്ക്സ് അതാണ് കണ്ടത്. സാങ്ഷൻ, റഷ്യയുടെ അത്ര സാങ്ഷൻ വന്നില്ല, അമേരിക്കയുടെ ടാരിഫ് മാത്രമേ വന്നുള്ളൂ. നമ്മുടെ ട്രേഡ് എക്സ്പോർട്ടിന് ബാധിക്കുന്നേ ഉള്ളൂ. അപ്പം റഷ്യ എന്താണ് ചെയ്തത്? റഷ്യ ടേൺ ടു ദെയർ ക്ലോസ് ഫ്രണ്ട്സ്. 10 രാജ്യങ്ങൾ, അതായത് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് റഷ്യ, അതായത് 27 രാജ്യങ്ങളുണ്ട്, ഒബ്സർവറും സ്ഥിരം പ്രതിനിധികളും എല്ലാം കൂടെ 27, അവരുമായിട്ട് ട്രേഡ് ചെയ്ത്. ബെസ്റ്റ് ഉദാഹരണം ഇന്ത്യയായിട്ട് ഇന്ത്യയായിട്ട് 2024 $40 ബില്യൺ ഇതാണ് ചെയ്തത്. ഓയിലാണ് നമ്മൾ വാങ്ങിച്ചത്, ഓയിൽ മാത്രം. അതാണ് പറയുന്നത്, ട്രംപ് പറയുന്നത് അത് അവിടെ നിങ്ങൾ ഉക്രൈൻ്റെ വാർ എൻഹാൻസ് ചെയ്യാൻ റഷ്യ ഉപയോഗിച്ചു എന്നൊക്കെ പറയാൻ കാര്യം. അപ്പം നമ്മളും അത് ചെയ്യുക. നമ്മളങ്ങനെ പാനിക് ആവേണ്ട കാര്യമില്ല. ഈ നമ്മുടെ ജയശങ്കർജിയും മോഡിജിയും ഒക്കെ ചെയ്യുന്നത് വളരെ വളരെ കറക്റ്റാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളത് നേരത്തെ ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് ഉള്ള ഒരു മതം. അങ്ങനെ എന്തായിരിക്കും മോദി ഇനി അവിടെ ചെന്ന് നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന വാക്ക് താങ്കൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് രീതിയിലായിരിക്കും ആ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇനീഷ്യേഷൻ? ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യു ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ദ വിസ്ഡം ഓഫ് ഗോഡ്. ഞാനൊരു വെറും സാധാരണക്കാരനല്ലേ, ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാം. അജിത് ഡോവൽ സാറും പിന്നെ ജയശങ്കർജിയും മോഡിജിയും പിന്നെ തിങ്ക് ടാങ്ക്സ് എല്ലാം കൂടെ എന്തോന്ന് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ, പറയാം. ഐ ആം നോട്ട് കേപ്പബിൾ. പക്ഷേ ഇയാൾ കൺസേൺഡ് ആയതുപോലെ നമ്മൾ ഒരുപാട് ആളുകൾ, ഇന്ത്യൻസ് കൺസേൺഡാണ് ഈ ജിയോ പൊളിറ്റിക്സിലെ താല്പര്യമുള്ള നമ്മുടെ രാജ്യത്ത് എന്താ സംഭവിക്കുന്നു. അപ്പോൾ നമുക്കൊരു അനലിറ്റിക്കൽ ഇതിലായിട്ട് പറയാം, ചൈനയെ നമ്മൾ അടുപ്പിക്കാൻ പോവുക. വേറെ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിലൊരു മതിലുണ്ടായിരുന്നു, അത് പോയി. ഇപ്പം മതിലില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ചൈനയ്ക്ക് വിഷയം എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് ഞങ്ങളുടെയാണ്, പിന്നെ മറ്റേ സിക്കിമിൻ്റെ അതിൻ്റെ സൈഡ് ഞങ്ങളുടെയാണ്, പിന്നെ പാകിസ്ഥാനെ സഹായിക്കുന്നു. ഇത്രേ ചൈനയായിട്ട് നമുക്ക് വിഷയമുള്ളൂ. ചൈനയ്ക്ക് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് ഒരു നഷ്ടവും ഇല്ല. ചൈന ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ടാണ് അങ്ങനെ ഇന്ത്യക്കെതിരായിട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ പാകിസ്ഥാനെ എടുത്ത് മടി വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇതൊക്കെ ചൈനയ്ക്ക് അറിയാം, എന്നാലും അവർ വേറെ നിവൃത്തിയില്ല, അങ്ങനെ ചെയ്തതാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ മടി കയറിയിരിക്കുകയാണ്, USA മടി കയറിയിരിക്കുകയാണ്, മൗലവി മുനീർ. അപ്പോൾ ഇത് ചൈന ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചൈന ഇരുന്ന് വേ ചെയ്യും, എല്ലാം ഈ വേ ചെയ്യും, തൂക്കി നോക്കും ഏതാണെല്ലാം. പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇന്ത്യയെ പേടിപ്പിക്കാം, അതേ ഉള്ളൂ. പാകിസ്ഥാനെ ഇന്ത്യയുടെ ബോർഡറിൽ എന്തെങ്കിലും പോക്കർത്തൻ ചെയ്തു കഴിഞ്ഞാൽ, ഹൂളിഗനിസം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലുക്കൗട്ടാണ് എന്ന് മുനീറിൻ്റെ അടുത്ത് ഷീ ജിൻപിങ് പറഞ്ഞാലും പിന്നെ പാകിസ്ഥാൻ പിന്നെ ഒരു ഡേഞ്ചർ അതിനകത്തുള്ളത് അമേരിക്ക ഇവിടെ കയറി മേയും പാകിസ്ഥാനിൽ. പക്ഷെ ചൈന കംപ്ലീറ്റ് മാറിയാൽ, ചൈന എന്ന് പറഞ്ഞ ഈ USA പോലെയൊന്നും അല്ല ചൈന ഈസ് അവർ ഇമ്മീഡിയറ്റ് നൈബർ. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരാൾ ഒരു കൊടി കിടപ്പെന്ന് വെച്ചോ,
അവനുമായിട്ട് നമ്മൾ നല്ല ടേംസിലായിരിക്കണം. ടേംസിലായില്ലെങ്കിൽ നമുക്ക് യു കനോട്ട് ചേഞ്ച് യുവർ നൈബർ. അവനുമായിട്ട് നല്ല ഇതിൽ പോയില്ലെങ്കിൽ നമ്മളെ വരണത് പോണത് ഈ എല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെറ്റീഷൻ എഴുതി അയക്കാൻ. അപ്പോൾ അതേപോലെ നമ്മുടെ നൈബർഹുഡ് നന്നായാൽ, പാകിസ്ഥാനെ പോട്ടെ, പാകിസ്ഥാൻ അവസാനം ചിലപ്പോൾ ഇന്ത്യ എടുത്ത് വന്ന് കാല് പിടിക്കും. സോറി മൈ ബാഡ് എന്നിവരെല്ലാം വരും, നിവൃത്തിയില്ല. ചൈന ഇന്ത്യയോട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചൈനയെ നമുക്ക് വിശ്വസിക്കാമോ? അത് പിന്നെ ചൈനയ്ക്ക് ഇന്ത്യയെ വിശ്വസിക്കാമോ? അതിൻ്റെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ, ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. പിന്നെ നമ്മളെ പറഞ്ഞല്ലോ, റഷ്യ നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്, സമ്മതിച്ചു, ഫ്രണ്ടൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര പേര് കണ്ടു, പിന്നെ ഈ അലാസ്കയിൽ ഭയങ്കര ചർച്ചയാണല്ലോ ട്രംപും നമ്മുടെ പ്യൂട്ടിനും തമ്മിൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഞാൻ അത് അറിഞ്ഞപ്പം ഞെട്ടിപ്പോയി. ഞാൻ പിന്നെ വിചാരിച്ച് തെറ്റാണോ അറിഞ്ഞ വിവരം, പിന്നെ ഞാൻ വെരിഫൈ ചെയ്തു പല കാര്യം. ഈ ട്രംപും ഈ പിന്നെ പ്യൂട്ടിനും തമ്മിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം ആക്ച്വലി അവർ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. എടേ നീ എന്താണെന്ന് വെച്ചാൽ അത് വേഗം തീർക്കാവാറ്, എവിടെയാണെന്ന് വെച്ചാൽ പിടിച്ചെടുക്ക്, നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് പ്യൂട്ടിൻ്റെ അടുത്ത് ട്രംപ് വേറെ ചില കാര്യം പറഞ്ഞു. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യ ശ്രദ്ധിക്കണം. അത് ഇന്ത്യക്കൊരു പാഠം കൂടെയാണ്. എന്താണെന്ന് വെച്ചാൽ സഖാലിൻ ഓയിൽ ഫീൽഡ്സ് എന്ന് പറഞ്ഞ് അലാസ്കയുടെ അപ്പുറത്ത് ഒരു 1000 കിലോമീറ്റർ അപ്പുറത്ത് റഷ്യയുടെ ഈസ്റ്റാണെന്ന് തോന്നുന്നു, അവിടുത്തെ റീജിയൻ സഖാലിൻ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ്, ഓയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ത്യ വിളിച്ച് നമ്മളും അവിടെ ഓയിൽ എക്സ്പ്ലോറേഷനൊക്കെ നടത്തുന്നുണ്ട്. നമ്മളെ പാർട്ട്ണറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സഖാലിൻ ഓയിൽ ഫീൽഡ്സിൽ റഷ്യയുടെ നമ്പർ 1 ശത്രുവാണ് അമേരിക്ക. നമുക്കൊരു 50 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഈ പ്യൂട്ടിനും നമ്മുടെ അദ്ദേഹവും ട്രംപും തമ്മിൽ ആക്ച്വലി സംസാരിച്ചത് അമേരിക്കൻ കമ്പനീസിന്, ട്രംപിൻ്റെ ബിസിനസ്സാണ്, അമേരിക്കൻ കമ്പനീസിന് അവിടെ പാർട്ട്ണർഷിപ്പ് കിട്ടുമോ എന്നാണ്. അപ്പം പ്യൂട്ടിൻ വിചാരിച്ചാണ് ഇന്ത്യക്ക് കൊടുത്തില്ലേ, അവന്മാരവിടെ വന്ന് കമ്പനി ഇതെല്ലാം ബിസിനസ്സല്ലേ, ചെയ്യട്ടെ. അല്ല, അത് അവർക്ക് എണ്ണ കുഴിച്ചെടുക്കാൻ പറ്റില്ല, പാർട്ട്ണർഷിപ്പ്, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യയും പിന്നെ USA തമ്മിൽ ചിലപ്പോൾ കെട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, സ്നേഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ട്രംപ് പറയുന്ന പുടിൻ അത് ശരിയൊക്കെ തന്നെ, നീ ഇപ്പോൾ ഈ ഓയിലൊക്കെ ഇന്ത്യക്ക് വിറ്റ് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കണം, ഇന്ത്യക്കാർ നിന്നെ കണ്ടിട്ടാണ് ഈ ഭയങ്കര അട്ടാസം പോകുന്നത്, അതിങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ പുടിൻ ചെയ്യില്ല. പുടിൻ ഈ മാസം കൊടുക്കോ അല്ല സെപ്റ്റംബർ കൊടുക്കോ വരെയാണ്, അങ്ങനെയൊന്നും വരില്ല. ഇന്ത്യയുടെ ട്രസ്റ്റഡ് ഫ്രണ്ടാണ്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം. ആ ബാക്ക്ഡ്രോപ്പിൽ, ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദീസ് തിങ്സ്, പ്രത്യേകിച്ച് ഈ സഖലിൻ ഇതിൽ ഓയിൽ ഫീൽഡ്സിൽ റഷ്യ അമേരിക്കൻ തമ്മിൽ പാർട്ട്ണർഷിപ്പ് ആവാൻ പോകുന്നു, ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ പരിപാടിയാണ്. അതും കൂടെയൊക്കെ നമ്മൾ കണക്കാക്കി നമ്മൾ ഈ മസിൽ പിടിക്കാതെ ചൈനയ്ക്ക് സഹായഹസ്തം നമ്മൾ നീട്ടുക. അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു വലിയ ഡിക്ലറേഷൻ ഒന്നീ അദ്ദേഹം മോഡിജി ഇവിടെ വന്ന ശേഷം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ, മിക്കവാറും അവിടെ വെച്ച് തന്നെ, ആ മീറ്റിംഗ് വെച്ച് തന്നെ ഇതുണ്ടാവും. അതൊരു വലിയൊരു ഡിസിഷനായിരിക്കും. ചൈനയെ കൂട്ടുപിടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഷാങ്ഹായ് SCO, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് മറ്റാണല്ലോ, 2001 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എല്ലാം കൂടെ 10+17 ഒബ്സർവേഴ്സ് അടക്കം 27 രാജ്യങ്ങൾ അതിനകത്ത് മെമ്പേഴ്സുണ്ട്. ലൈക്ക് ബ്രിക്സിലും 27 ആണ്. പക്ഷേ USA അത് പേടിക്കണം. ഇപ്പം USA നോക്കിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ മീറ്റിങ്ങിൻ്റെ ഡിസിഷൻ ഇന്ത്യ എന്താ ചെയ്യാൻ പോകണമെന്ന്. അത് വളരെ ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവർക്കൊരു കൺസേൺ ആണ്.
അതായത് G7 കൺട്രീസ് അറിയാമല്ലോ, മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി G7 കൺട്രീസ് പ്ലസ് USA, അവരൊരു ബ്ലോക്കാണ്. Yeah. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ പോപ്പുലേഷൻ 800 മില്യണാണ്. അതേസമയം നമ്മുടെ ബ്രിക്സും മറ്റേ SCO ഇവരെല്ലാം കൂടെ 27 കൺട്രീസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് 55% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പുറത്താണ്. ഈ പോപ്പുലേഷൻ എന്ന് പറയുമ്പം ഇപ്പോഴത്തെ കാലത്ത് കച്ചവടമാണ്. പോപ്പുലേഷൻ കൂടുമ്പം ഡിമാൻഡ് കൂടും, പിന്നെ മിലിറ്ററി സ്ട്രെങ്ത് അതുകൊണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ കുറേ വെൽത്ത് ഉണ്ടായിട്ട് എന്താ കാര്യമാണ്? ആളില്ലല്ലോ യുദ്ധം ചെയ്യാൻ, തോക്കെടുത്ത് വെടിവെക്കാൻ ഒരിടത്ത് ആളില്ലല്ലോ. ജർമ്മനിയിലും ഒന്നും കോൺസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇത് ഈ നമ്മുടെ SCO എല്ലാവരും കൂടെ യോജിച്ച് കഴിഞ്ഞാൽ മിലിറ്ററി പവറാണ്, പിന്നെ വലിയ മാർക്കറ്റാണ് 55%. പിന്നെ GDP അവർക്ക് 51 മറ്റാണ് ഈ G7 USA ഗ്രൂപ്പിന്, $51 ട്രില്യൺ. നമ്മുടെ ഈ SCO അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ 32. വലിയ വ്യത്യാസമില്ല. പക്ഷേ ഈ USA-ലും ഈ G7 കൺട്രീസിലും GDP റേറ്റ് താഴോട്ട് പോവുകയാണ്. ഇപ്പം GDP റേറ്റും പോപ്പുലേഷൻ റേറ്റും താഴോട്ട് പോവുകയാണ്. അതേസമയം ഈ ലോകത്തിൽ 6.57% റേറ്റിൽ കുതിക്കുന്ന ഒറ്റ രാജ്യമേ ഉള്ളൂ, ഇന്ത്യ. പിന്നെ റഷ്യയും കുതിക്കുകയാണ് 4.1. അപ്പം നമ്മൾ താമസിയാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ താമസിയാതെ ഇതിൻ്റെ കൂടെ ഒരു G77 കൂടെ വരുന്നുണ്ട്. അത് ഇതാണ് തേർഡ് വേൾഡ് കൺട്രീസ് G77, ആഫ്രിക്ക, അതെല്ലാം കൂടെ. ഇവരെല്ലാം കൂടെയൊക്കെ യോജിച്ചു കഴിഞ്ഞാൽ അതിൽ അവരുടെ പലരും ഈ G77 പല രാഷ്ട്രീയക്കാരും ലീഡേഴ്സോടെ വരുന്നുണ്ട്. പക്ഷേ ഈ SCO-യിൽ 20 ലീഡേഴ്സ്, പ്രമുഖ 20 ലീഡേഴ്സ്, വേൾഡ് ഹെഡ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്ക ശ്വാസം പിടിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ഡീഡോളറൈസേഷൻ. ഈ ബ്രിക്സ് ഇപ്പം നമ്മൾ അടുത്ത ചെയർമാനാണ്. എനിക്കൊന്ന് 6 മാസം കഴിയുമ്പോൾ ബ്രിക്സിൻ്റെ മീറ്റിംഗ് വരെ ഇന്ത്യ ചെയർമാനാണ് അതിനകത്ത്. അപ്പോൾ അതിനും ഈ SCO-യും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. SCO-യിൽ നമ്മൾ ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നു, ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുന്നു. അപ്പോൾ റഷ്യയാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് നിൽക്കുകയാണ്. ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ തെറ്റുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പം ചൈന, ഇന്ത്യ, റഷ്യ, ഈ ട്രംപിൻ്റെ ആ ബിസിനസ്സൊക്കെ അത് സൈഡിൽ കൂടെ നടക്കും. പക്ഷെ നാളെ ഒരു കാലത്ത് പിന്നെ ഇതും ഭരണം മാറി വന്നാൽ, ട്രംപിന് ശേഷം മാറി വന്നാൽ വീണ്ടും റഷ്യയോട് USA ഒരു എതിർക്കുന്ന ഒരു ഇതിൽ തന്നെ ഒരു അഡ്വേഴ്സറി കൺട്രി ആയിട്ട് തന്നെ റഷ്യ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രംപുമായിട്ട് എന്തെങ്കിലും ചില താൽക്കാലികമാകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ട്രംപും ഇവരെല്ലാം കൂടെ നോക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ യോജിച്ച് ചൈനയും ഇന്ത്യയും റഷ്യയും ഇവരാണ് 3 മെയിൻ. പിന്നെ ഇതിനകത്ത് UAE ഉണ്ട്. UAE ചെറിയ രാജ്യമൊക്കെ ആണെങ്കിലും ഈ ഇൻവെസ്റ്റ്മെൻറ്റും എക്കണോമിക് പവറും ഒക്കെ അവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ യോജിച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ത്രെട്ടാണ്. പിന്നെ അമേരിക്കയുടെ വേറെ ത്രെട്ട് ഡീഡോളറൈസേഷൻ. അപ്പോൾ ഇത് എങ്ങനെ ഈ അത് പണ്ടേ ഉള്ളൊരു അജണ്ടയാണ് ഈ ഡീഡോളറൈസേഷൻ ബ്രിക്സിൻ്റെ. റഷ്യയാണ് അത് പ്രപ്പോസ് ചെയ്തത്. അത് വന്നാലുള്ള പ്രശ്നം ഈ ഡോളർ മൂക്കൂത്തനെ തറവിഴും, ആരും വേണ്ടാതാവും. ഇപ്പം ഡോളറിലാണ് ചെയ്യുന്നത്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഡോളറിലാണ് ചെയ്യുന്നത് ഇപ്പോഴും. 1-2 റഷ്യ, ഇന്ത്യ, അതുപോലുള്ള പിന്നെ ചൈനയെ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഡോളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീഡോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് റൂബിളിൽ വെക്കാൻ പറ്റില്ല. റഷ്യ, ഇന്ത്യയും മാത്രമേ ഉള്ളൂ. യുവാനിൽ ഇന്ത്യ സമ്മതിക്കില്ല. റുപ്പിയിൽ വെക്കാൻ അതും പറ്റില്ല. അതുകൊണ്ടൊരു ഇവർ ബ്രിക്സ് പ്ലാൻ ചെയ്യുന്നത് ദിറം, UAE-യുടെ ദിറമില്ലേ, ദിറമിൽ ട്രാൻസാക്ഷൻ നടത്താമെന്നാണ് ഈ എല്ലാ രാജ്യങ്ങളും. അപ്പോൾ ഒരു ന്യൂട്രൽ കൺട്രി ആണല്ലോ UAE. അപ്പം ആ ദിറം വരുന്നത് അമേരിക്കൻ ഡോളറിനെ റീപ്ലേസ് ചെയ്യാനാണ്. അതൊക്കെയാണ് ഈ ട്രംപിൻ്റെ വെപ്രാണം. അപ്പോൾ എന്താ പറ്റണേ, ഇവരുടെ ആ ട്രംപിൻ്റെ തിങ്ക് ടാങ്ക്സ് എല്ലാം കൂടെ ഓരോന്നും ഉണ്ടാക്കിയെടുത്തതാണ്. ചുമ്മാ ഇരുന്ന അതിനെ കുത്തി ഇളക്കി ഇതെല്ലാം തിരിച്ചു വാങ്ങിച്ച് പിടിച്ച് ഇനിയിപ്പോൾ ഇത് നവംബറിൽ മിഡ് ടൈം ഇലക്ഷനാണ്.
ക്രിസ്മസ് ഈ ക്രിസ്മസ് 2025 ക്രിസ്മസിന് സാധനം വില കൂടിയ അമേരിക്കക്കാരെ അഗൻസ്റ്റ് ആവും. ഞാൻ പെട്രോളിന് ഇവിടെ ഇപ്പോൾ വില കൂടിയ 200 രൂപ ലിറ്ററിന്, പിന്നെ അരിക്ക് 120 രൂപ നമ്മൾ കൊണ്ടുവന്നാൽ ഭരണകക്ഷി വെള്ളം കുടിക്കും, എല്ലാവരും അഗൻസ്റ്റ് ആവും. അപ്പം അതേപോലെ USA അല്ലാതെ തന്നെ അവിടെ ഡെമോക്രാറ്റ്സ് വളരെ പവർഫുള്ളാണ്. ഇപ്പം ട്രംപിൻ്റെ കൂടെയുള്ള പല ഗവർണർമാരും, ഇപ്പം നിക്കി ഹേലി, അവർ ഇന്ത്യൻ പാരൻസിനുള്ളതാണ്. പക്ഷെ അവർ ട്രംപിൻ്റെ കൂടെ മസിൽ പിടിച്ച് പ്രസിഡന്റ് ഇലക്ഷൻ ഒരു ചെറിയ ഇക്വേഷൻ തെറ്റിരുന്ന ഈ നിക്കി ഹേലി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അവർ കമലാ ഹാരിസിനെ പോലെയല്ല, അവർ ഇന്ത്യയോട് ഒരുപാട് അനുഭവം ഉള്ള ഒരു ലീഡറാണ്. നിക്കി ഹേലി പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന് ഒരു സ്റ്റേജ് കഴിഞ്ഞ് മാറി, നല്ല പൊസിഷൻ കൊടുത്താണ് അവർ ജയിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം നിക്കി ഹേലി, ജോൺ ബോൾട്ടൺ ഇങ്ങനെയുള്ളവരെല്ലാം ട്രംപ് ചെയ്യുന്നത് മണ്ടത്തരമാണ്, നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം ട്രംപിന് ഈ ഇന്ത്യയും ചൈനയും കൂടെ ഒന്നായി. അത് അവർ കണക്ക് കൂട്ടിയത് ഇവരിങ്ങനെ തന്നെ പോവും എന്നാണ്. അല്ല, മോഡിജി സഹായസ്ഥമായിട്ട് അങ്ങോട്ട് പോയിരിക്കില്ല. ഇവർ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ ഇവരുടെ പ്ലാൻ ഒന്നും നടക്കില്ല. അപ്പം അമേരിക്കൻ എക്കോണമിക്ക് തിരിച്ചടിയാവും. അപ്പം മിഡ് ടൈം പോലുള്ള റിപ്പബ്ലിക്കൻസിന് ഓപ്പോസിറ്റായിട്ട് വരും. പിന്നെ അവിടെ ഒരു ബില്ലും പാസ്സാക്കാൻ പറ്റില്ല. ട്രംപ് പിന്നെ വെറുതെ അവിടെ ഇരിക്കാനേ പറ്റൂ. പിന്നെ ഗവർണർമാർ തിരിഞ്ഞു കഴിഞ്ഞു. ഗവർണർമാർ മറ്റേ അവിടെ പട്ടാളത്തിനൊക്കെ ഇറക്കിയല്ലോ, ഫെഡറൽ ആർമിയൊക്കെ ഇറക്കി. വേറൊരു ഗവർണർ, അദ്ദേഹം ബ്ലാക്കാണ്, അദ്ദേഹം ട്രംപിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുക സുപ്രീം കോടതിയിൽ ഇവിടെ. അപ്പം ട്രംപിന് ആകെ മോശം സമയമാണ്. അതിൻ്റെ കൂടെ ഈ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ഒന്നായി കഴിഞ്ഞാൽ, ഈവൻ മിലിറ്ററിലി പോലും ഇവർ മൂന്നിൽ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക വെള്ളം കുടിക്കും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുമെന്നുള്ളത് തന്നെ, അത് ഈ ടാരിഫിൻ്റെ വിഷയം നമുക്ക് ഈ അടുത്ത ഒരു വർഷത്തിനകത്ത് നമ്മുടെ ടോട്ടൽ GDP-യിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇതിൽ ടോട്ടൽ എക്സ്പോർട്ടിൽ 1% ഇടിവേ വരുവുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, ഈ ടാരിഫ് ആപ്ലിക്കബിളായിട്ട് വരികയാണെങ്കിൽ. അപ്പോൾ അത് ഇപ്പോൾ അമേരിക്കയിലോട്ടുള്ള ഏകദേശം $80 ബില്യൺ മറ്റാണ് നമ്മുടെ എക്സ്പോർട്ട്. ആ എക്സ്പോർട്ടിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ ഡൈവേഴ്സിഫൈ അമേരിക്കൻ എക്കോണമി പോലെ ഒരു എക്കോണമി ലോകത്ത് ബുദ്ധിമുട്ടാണ്. പക്ഷേ സാരമില്ല, നമ്മൾ 10-12 രാജ്യങ്ങൾ, അതിലെ ചീഫ് ഇപ്പം തന്നെ അമേരിക്ക കഴിഞ്ഞ അടുത്ത ഒന്ന് ചൈന, ഇന്ത്യയുടെ എക്സ്പോർട്ട് വരുന്നതാണ്. ആ എക്സ്പോർട്സ് നമ്മളങ്ങ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഈ അമേരിക്കയിലോട്ട് പോകുന്ന ഗാർമെൻറ്റ്സ്, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഗാർമെൻറ്റ്സ് അതൊരു പ്രധാനപ്പെട്ട, പിന്നെ ഡയമണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഗാർമെൻറ്റ്സും ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഇതൊക്കെയാണ് പ്രധാനം അമേരിക്കയ്ക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ ഗാർമെൻറ്റ്സ് ചൈന വാങ്ങില്ല, ചൈനയെടുത്ത് പറ്റില്ല. കാരണം ചൈന ഇന്ത്യയായിട്ട് മത്സരിക്കുകയാണ് ഗാർമെൻറ്റ്സിൻ്റെ. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചൈനയുടെ, അപ്പോൾ ചൈന പിന്നെ ഇന്ത്യയുടെ ഗാർമെൻറ്റ് വാങ്ങിക്കാൻ നോക്കുമല്ലോ. അപ്പം നമ്മൾ വേറെ സുഹൃത്ത് രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പം UAE-യിലും ഞാൻ അറിഞ്ഞത് UAE-യിലും റഷ്യയിലും UK-യിലും നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ പാക്കേജ് അവിടെ വന്നിട്ട് പാക്ക് ചെയ്ത് മെയ്ഡ് ഇൻ UK എന്ന് പറഞ്ഞ് അടിച്ച്, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ UAE എന്ന് പറഞ്ഞ് അടിച്ച്, UAE-ക്കും UK-ക്കും അമേരിക്കയിൽ ഇതില്ല, ടാരിഫ് കുറവാണ്. അപ്പം അവിടെ വിൽക്കാം. അപ്പം നമുക്കതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം സിംഗപ്പൂർ ഡിഫൻസ് മിനിസ്റ്റർ കഴിഞ്ഞ മാസം ഒരു കാര്യം പറഞ്ഞു. USA ഒരു വലിയ ബേസുള്ളതാണ് സിംഗപ്പൂർ. USA-ക്ക് വേൾഡിന് USA വേണ്ടായിരിക്കും. വേൾഡ് ക്യാൻ അഫോർഡ് വിത്തൗട്ട് USA, ബട്ട് ക്യാൻ USA അഫോർഡ് ടു ലൂസ് ദ വേൾഡ് എന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പിന്നെ എന്താ ചെയ്യും? ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ട്രേഡ് വഴിയാണല്ലോ ഇതെല്ലാം കിട്ടുന്നത്. അത് ഈ പിന്നെ ഇംഗ്ലണ്ടിന് വരട്ടാൻ പറ്റുമോ? ഓസ്ട്രേലിയ വരട്ടാൻ പറ്റും? നമ്മുടെ ഈ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പം
നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു 10-12 രാജ്യം എന്ന് പറയുന്നത് ചൈനയുണ്ട്, ഇപ്പം ഇനി വരാൻ പോകുന്നു ചൈന. പിന്നെ സിംഗപ്പൂർ ചെറിയ രാഷ്ട്രമാണ്, പക്ഷേ ഭയങ്കര ഇതാണ്, നമ്മൾ എക്സ്പോർട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. മാത്രമല്ല സിംഗപ്പൂർ ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ജപ്പാനിലേക്ക് നമ്മൾ ഒരുപാട് എക്സ്പോർട്ട് കൂട്ടേണ്ടി വരും. ഇപ്പം വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരുപാട് സാധനം, പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. ആരും വിചാരിക്കാത്ത ഒരു കുഞ്ഞു രാഷ്ട്രമുണ്ട്, മൗറീഷ്യസ്. അത് കംപ്ലീറ്റ് ഇന്ത്യയാണ്. മൗറീഷ്യസ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പം ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന മൗറീഷ്യസാണ്. മൗറീഷ്യസ്, സിംഗപ്പൂരും ഒക്കെയാണ്. അപ്പോൾ മൗറീഷ്യസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഫ്രാൻസ്, UK. മോഡിജി ഭയങ്കര ഒരു സ്മാർട്ട് വർക്ക് ചെയ്തത് നമ്മളാരും വിചാരിച്ചില്ല. ഞാനത് ശ്രദ്ധിച്ച് ഇതെന്തിനാണ് മോഡിജി അവിടെ പോയെന്ന്. യു കെയിൽ പറന്നുപോയി ഈ പ്രശ്നമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചെന്ന് സ്റ്റാമറെ കെട്ടിപ്പിടിച്ച് 3-4 കരാറൊക്കെ ഒപ്പിട്ട്, സ്റ്റാമറത്ത് മറ്റേ നമ്മുടെ ട്രംപ് പറഞ്ഞതല്ലേ വൈറ്റ് ഹൗസിൽ വിളിച്ചിരുത്തിട്ട്, ഇടേ ഒരു കാര്യം ചെയ്യും, നീ എന്ന റഷ്യയെ ഒറ്റയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞതും നമ്മളിത് വളരെ പ്രാവശ്യം പറഞ്ഞ്, സ്റ്റാമറിൻ്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ സ്റ്റാമറെ ചെന്ന് മോഡിജി പിടിച്ചു. ഇപ്പോൾ UK യും ഇന്ത്യയും തമ്മിൽ ഒരു പ്രശ്നമില്ല, ട്രേഡ് ഒന്നും ഒരു പ്രശ്നമില്ല. UK പാക്കിംഗ് സെൻറ്റർ തുറന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ സാധനം അവിടെ ചെന്നിട്ട് റീപാക്ക് ചെയ്ത് മെയ്ഡ് ഇൻ UK എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന അവരൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ട്രേഡാണ് പ്രധാനം. പിന്നെ ഇന്ത്യ ഭയങ്കര ഹ്യൂജ് മാർക്കറ്റാണ്. ഇതുവരെ UK ക്കും ഇപ്പോൾ UK ഒക്കെ ഇപ്പോൾ ക്ഷീണിച്ച് കിതച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു റീജുവനേഷനായി. ഇന്ത്യ എന്നുള്ള സാധനം അവിടെ കൊണ്ടുവന്ന് അവർക്ക് വിൽക്കാം മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക്. ഈ ഓസ്ട്രേലിയ നമ്മുടെ ഒരു സ്ട്രോങ് ഹാൻഡാണ്. അമേരിക്കയുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒക്കെയാണ് ഓസ്ട്രേലിയ. പക്ഷേ ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഓസ്ട്രേലിയൻ ഫോറിൻ മിനിസ്റ്ററാണോ പ്രൈം മിനിസ്റ്ററാണോ എന്ന് അറിഞ്ഞൂടാ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ച ഇറക്കി, ഈ USA ചെയ്യുന്നത് ശരിയല്ല ഇന്ത്യയിലോട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇനി വേറൊരു സംഗതി, ഇന്ത്യക്ക് ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇനി 2 കാര്യങ്ങളും കൂടെ ചെയ്യാനുള്ളൂ. USA ആയിട്ട് തെറ്റിയെല്ലാം നിൽക്കുകയാണ്. പക്ഷേ നമുക്കൊന്നും പെട്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. $245 ബില്യൺ ട്രഷറി ബോണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇന്ത്യക്ക് അവിടെ USA-ൽ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ 10ാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് നടന്നത്. അതൊരു ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റാണ്. നമ്മളെ കൂടുതലിട്ട് ഇങ്ങനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ 500% അടിക്കുന്നു പറഞ്ഞാൽ നമ്മളവൻ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് അതിനെ എടുത്ത് UK-ലും ഡൈവേഴ്സിഫൈ ചെയ്യും, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ട്രഷറി ബോണ്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ഗോൾഡ് അവിടെ USA-ലില്ല. അതൊരു അടുത്ത അടി അതായിരിക്കും. ഈ USA-യും നമ്മുടെ ട്രംപും മോഡിജിയും തമ്മിൽ തെറ്റുമ്പം ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കോഫിനിലെ ലാസ്റ്റ് ആണി ഒന്ന് ട്രഷറി ബോണ്ട് ക്യാൻസൽ ചെയ്യും. അത് USA-ക്ക് അതൊരു വലിയ 3% വരും. അവരുടെ ഡോളറിൻ്റെ വില കുറയും പെട്ടെന്ന്. നമ്മളതൊക്കെ ക്യാൻസൽ ചെയ്യും. നമുക്ക് ചെറിയ തട്ട് കിട്ടും, പക്ഷെ നമ്മളതിനെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മേക്ക് ഗുഡ് ചെയ്യും. പലരും ഇങ്ങനെ കൈ നീട്ടിയിരിക്കുകയാണ്. സിംഗപ്പൂർ നമ്മുടെ ഫ്രണ്ട്ലിനെ ഒരിക്കലും നമ്മുടെ ശത്രു ആവില്ല. അപ്പോൾ അതുപോലുള്ള രാഷ്ട്രങ്ങളെ കൊണ്ട് ഈ $1 ബില്യൺ ഇതിട്ടാലും ഇൻവെസ്റ്റ്മെൻ്റ് ഇട്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഇന്ത്യ ഹ്യൂജ് മാർക്കറ്റാണ്. റഷ്യ നോക്കിയിരിക്കുന്നു, ചൈനയ്ക്കും കൊടുക്കും. ഇങ്ങോട്ട് ചൈന നമ്മുടെ പല സാധനങ്ങളും വാങ്ങാൻ അവർ തയ്യാറായാൽ, അവർക്ക് അവരുടെ പഴയ ശത്രുതാ മനോഭാവം നിന്നാൽ, ഈ ഇന്ത്യയും ചൈനയും എല്ലാം തമ്മിൽ പിന്നെ അങ്ങ് ഭയങ്കര ഇതാവും, ഭയങ്കര ഫ്രണ്ട്ലി ആവും. അപ്പോൾ പിന്നെ ഇതൊരു ഭയങ്കര ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്. എല്ലാവരും കാതോർത്ത് കണ്ണ് കോർപ്പിച്ച് ഷാങ്ഹായിലോട്ടും ടോക്കിയോയിലോട്ടും നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിശയിക്കാനില്ല. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സംഗതി എല്ലാം തെറ്റിക്കും. അത് ട്രംപിന് തിരിച്ചടിയാവും. ട്രംപ് അടുത്ത മിഡ് ടൈം ഇലക്ഷന് മുമ്പ് മിക്കവാറും ട്രംപ് ഇന്ത്യ അടുത്തൊന്ന് സോറി പറഞ്ഞ് ഒക്കെ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിവേ നമ്മളിപ്പം ചൈനയായിട്ട് അത് അടുക്കാൻ തീരുമാനിച്ചത് തന്നെയാണ്. അതിൻ്റെ ഒരു ഡിക്ലറേഷൻ എന്തെങ്കിലുമൊക്കെ വരും. നമുക്ക് അറിഞ്ഞൂടാ എന്താണ് അജിത് ഡോവൽജിയും മോഡിജിയൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ആ ഡിക്ലറേഷനിൽ അറിയാം. അതൊരു ഇന്ത്യക്കൊരു വലിയൊരു ആശ്വാസം കൂടെ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള ഇന്ത്യ കുറച്ചുകൂടെ സേഫാവും. ഇവിടെ ഉള്ള ടെററിസം മറ്റത് മറിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കരുത്.
നമുക്കെല്ലാം അറിയാവുന്ന ചൈനയായിട്ട് പിന്നെ മൂന്ന് വാർ എല്ലാം അത്രേ അറിയാവൂ. 62, 67, പിന്നെ ഗാൽവാൻ 20. ആക്ച്വലി ചൈനയായിട്ട് നമ്മളെല്ലാം കൂടെ 7 വാർ നടത്തിയിട്ടുണ്ട്. 7 വാർസ്. 62 നമ്മൾ തോറ്റു. 67 നാഥുലാം പാസ് സിക്കിമിൻ്റെ രണ്ട് വാറുണ്ടായി. രണ്ടിൽ ഇന്ത്യ ജയിച്ചു. 67 കഴിഞ്ഞ് 75 അരുണാചൽ പ്രദേശിൽ നമ്മുടെ 4 സോൾജേഴ്സിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ആംബുഷ് ചെയ്ത് കൊന്നു. ദാറ്റ് ഈസ് എ സ്മോൾ സ്കെർമിഷ്. പിന്നെ 85, പിന്നെ 20, പിന്നെ 2025 മറ്റേ പാകിസ്ഥാനിൽ ചൈന ആയിരുന്നല്ലോ അതിൻ്റെ ബാക്കിൽ. ഇത്രയും വാറൊക്കെ നമ്മൾ നടത്തി. അപ്പം ആ ഒരു വലിയ ത്രെട്ട് ചൈനയെ പോലുള്ള ഒരു രാഷ്ട്രം നമ്മുടെ ബോർഡറിൽ ഇന്ത്യയുടെ ഫ്രണ്ടായ, പിന്നെ ഇന്ത്യക്ക് ഇത്രയും ബിസിനസ്സൊക്കെ ചൈന ചെയ്യുമ്പം ചൈന പിന്നെ നമ്മളെ പാര വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഈ ചൈനയും ജപ്പാനും തമ്മിൽ നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ അതാണ്, ചൈനയും ജപ്പാനും തമ്മിൽ. പിന്നെ ഈ ചൈനയും റഷ്യയും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ റഷ്യക്ക് ചൈന ഒരു കാര്യം എല്ലാ ആയുധവും കൊടുക്കില്ല. ചൈന എല്ലാ ആയുധവും കൊടുക്കും. ഇന്ത്യക്ക് തന്നിട്ടുള്ള എല്ലാ ആയുധവും ചൈനയ്ക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ചൈനയ്ക്ക് എപ്പോഴും ഒരു നോട്ടമുണ്ട് റഷ്യയുടെ ബോർഡറിലും വ്ളാഡിവോസ്റ്റോക്ക് അങ്ങനെ സൈബീരിയ അതെല്ലാം ഞങ്ങളുടേതാണ്. ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റിയിട്ട് ചൈന ഇങ്ങനെ ഇത് വായിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കും റഷ്യയുടെ ആ പ്രോവിൻസൊക്കെ. അങ്ങനത്തെ സ്വഭാവം ചൈനയ്ക്കുണ്ട്. എന്നും പറഞ്ഞ് റഷ്യ ചൈനയായിട്ട് തെറ്റാത്തെന്താ കാര്യം? ഞാൻ അമേരിക്ക അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചൈനയായിട്ട് അടുത്ത്, അപ്പോൾ ചൈനയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ഇതായിട്ട് വരുന്നത്. അത് നമ്മുടെ നമ്മുടെ നേതാക്കന്മാർ ഈ റഷ്യ ചെയ്യുന്നതും ജപ്പാൻ ചെയ്യുന്നതും എല്ലാം കണ്ട് അത് ഇന്ത്യക്കും ബാധകമാണെന്നുള്ള രീതിയിൽ നമ്മളത് ഈ ഷാങ്ഹായ് മീറ്റിങ്ങിലും ജപ്പാനിലെ വിസിറ്റിലും നമ്മളത് തീരുമാനിക്കുകയും നമ്മളത് ഡിക്ലെയർ ചെയ്യും. അത് ഏറ്റവും നല്ല സംഗതിയായിരിക്കും ഇന്ത്യക്ക്. തീർച്ചയായിട്ടും. എന്തായാലും ഷാങ്ഹായ് മീറ്റിംഗ് കഴിയുമ്പോൾ മാത്രമായിരിക്കും ഇതിലൊരു നമുക്കൊരു എന്താണ് ഒരു ധാരണയെന്ന് കിട്ടുകയുള്ളൂ. എന്തായാലും വളരെ കൃത്യമായും വ്യക്തമായും നമ്മുടെ നയതന്ത്രം ജിയോ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ടൊരു പാരഡൈം ഷിഫ്റ്റ്, വലിയൊരു മാറ്റം ലോകക്രമത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി സാർ മറുനാടോട് സംസാരിച്ചതിൽ. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.